എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഏത്തപ്പഴവും നാളികേരപ്പാലും ഒക്കെ ചേർത്തിട്ട് വളരെ സ്വാദിഷ്ടമായ നല്ലൊരു വിഭവമാണ്. ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ നമ്മുടെ അമ്മമാര് പണ്ട് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു മധുരം തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഏത്തപ്പഴം കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് 300 ഗ്രാം അളവിൽ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിലാണ് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ശർക്കര പാനി മുഴുവനും തന്നെ കട്ടകളെല്ലാം ഉടഞ്ഞ് ഒന്ന് തിളച്ച് ഉരുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര പാനി താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അരിച്ചുകൂടി നമുക്ക് എടുക്കണം. അങ്ങനെ ശർക്കര പാനിയും ഉരുക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിടി കാഷ്യൂസ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഒരു 10-12 റൈസിൻസ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസും റൈസിൻസും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച 3 ഏത്തപ്പഴം കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഏത്തപ്പഴം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് പഴം ഒന്ന് മുറിച്ചെടുക്കാനായിട്ടും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാളികേരത്തിന്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. 1-ാം പാലും 2-ാം പാലും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. 1-ാം പാല് നല്ല കട്ടിയായിട്ടും 2-ാം പാല് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ടും. അങ്ങനെ പഴം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊക്കെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള 300 ഗ്രാം ശർക്കരയിൽ നിന്നും പകുതി മാത്രമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ശർക്കര പാനിയിൽ കിടന്ന് പഴം നല്ലതുപോലെ ഒന്ന് മധുരമെല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ. പിന്നെ ഒട്ടിക്കിടക്കുന്നതൊക്കെ നമുക്കൊന്ന് വിടുവിച്ചുകൂടെ കൊടുക്കണം. ശർക്കര പാനിയിൽ കിടന്ന് പഴം ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1.5 കപ്പ് അളവ് 2-ാം പാലാണ്. ഇനി നമുക്ക് ഈ 2-ാം പാലിലേക്ക് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇനി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദപ്പൊടി, അരിപ്പൊടി അങ്ങനെയുള്ള ഏത് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഗോതമ്പ് പൊടി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശർക്കരയും പഴവും കൂടി ചേർത്തിട്ടുള്ള മിക്സിലേക്ക് ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് നമുക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഗോതമ്പ് പൊടി നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതിയാകും. കൂടുതൽ ഗോതമ്പ് പൊടിയുടെ കൂടുതൽ അളവ് വരാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ പഴവും ഗോതമ്പ് പൊടിയൊക്കെ ആയിട്ട് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിഞ്ചളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കിത് കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ച് തന്നെ കുറുക്കിയെടുക്കുമ്പോഴാണ് പൊടിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടുന്നത്. പൊടിയൊക്കെ നല്ലവണ്ണം കുറുകി നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് 1-ാം പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് അല്പം ഏലക്കപ്പൊടി കൂടി ചേർക്കാം. ഏലക്കപ്പൊടി ചേർക്കുവാണ്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസും റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഏത്തപ്പഴം കൊണ്ടിട്ട് വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.